നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേച്ചി, ഈ IT സർവകലാശാല, അതായത് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ വളരെയധികം കനക്കുകയാണ്. സിസ തോമസ് അതിൻ്റെ താൽക്കാലിക VC ആയിരുന്ന സമയത്താണ്. ഇപ്പോൾ സിസ തോമസ് ആ താൽക്കാലിക VC സ്ഥാനത്തില്ല. ഹൈക്കോടതി ഇപ്പോൾ വിധി വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇരുന്ന സമയത്ത് എന്ന് പറഞ്ഞത്. ആ സമയത്ത് ചില ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പണം അല്ലെങ്കിൽ സർവകലാശാലയുടെ പണം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പലതരത്തിലുള്ള ക്രമക്കേടുകളും നടത്തുന്നു. പല ആളുകളും അവിടെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ സ്വന്തം പേരിലേക്ക് മാറ്റുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നത്. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ദേശാഭിമാനി ചില ക്യാപ്സ്യൂളുകളൊക്കെ ഇറക്കി. എപ്പോഴും സഖാക്കൾക്ക് ക്യാപ്സ്യൂളുകൾ ഇറക്കുക എന്നുള്ളതാണല്ലോ, അതിങ്ങനെ എത്ര mg എത്ര മില്ലിഗ്രാമിൽ ഇറക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ഒരു കൺഫ്യൂഷനായി വരിക. അത് കൃത്യസമയത്ത് അവർ ഇറക്കും. അതുപോലെ ചില ക്യാപ്സ്യൂളുകളൊക്കെ ദേശാഭിമാനി സിസ തോമസിനെതിരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ദേശാഭിമാനി ഇറക്കിയ ക്യാപ്സ്യൂളും സിസ തോമസ് പറഞ്ഞ വിഷയത്തിനും അപ്പുറത്തേക്ക് കേരളത്തിലെ വലിയ ഗൗരവകരമായിട്ടുള്ള ചില അഴിമതികളാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അതായത് ഇപ്പോൾ ദേശാഭിമാനി ഇറക്കിയിട്ടുള്ള ആ ക്യാപ്സ്യൂൾ സഖാക്കന്മാർ വാരി വിതരണം ചെയ്യും. കാരണം ഇപ്പം പ്രാർത്ഥന അറിയായിരിക്കും, നമ്മൾ ആരോടെങ്കിലും CPM ആൾക്കാർ ചെയ്യുന്ന എന്തെങ്കിലും അഴിമതി അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള അഴിമതി നമുക്ക് സ്ഥിരമുള്ള അനുഭവങ്ങളാണ്. അപ്പം ആരോടെങ്കിലും പറയാണ് ഇങ്ങനൊരു അഴിമതി അവിടെ നടന്നിട്ടില്ലേ എന്ന് പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ തിരിച്ചു വാദിക്കും. നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയാത്തതാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് തന്നെ ഇത് ഞാൻ നിരവധി തവണ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ പാർത്തനും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ പറയുന്നത് സിസ തോമസ് കാരണം ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നശിക്കുകയാണ്. എന്തിനാ നശിക്കുന്നത്? അവിടെയുള്ള ഫാക്കൽറ്റീസ് എല്ലാം പിണങ്ങിപ്പോകുന്നു, മതിയാക്കി പോവാണ് സ്ഥാപനത്തിൽ നിന്ന്. അവരെന്തിനാണ് പോകുന്നത്? ഇവരുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയത് കൊണ്ട് ഇവരങ്ങ് ഒഴിവായി പോകുന്നു. അപ്പോൾ അവിടുന്ന് അപ്പോൾ ഇവരൊന്ന് UGC അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസിന് അവർക്ക് പാരലായിട്ട് അവർക്ക് സംരംഭങ്ങൾ നടത്താൻ UGC അനുവാദം കൊടുത്തിട്ടുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതിനെ മറികടന്നുകൊണ്ടാണ് ഈ ഫാക്കൽറ്റീസ് ചെയ്യുന്ന ഈ സ്റ്റാർട്ടപ്പുകളെ ഇവർ തടസ്സം ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ UGC എന്താണ് ചെയ്യാൻ പറഞ്ഞത് എന്ന് ഈ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരും എങ്ങനെയാണ് ചിന്തിക്കുന്നത്? UGC പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ലേ ആ ഫാക്കൽറ്റീസ് അത് ചെയ്യുന്നത് എന്നാണ് കരുതുന്നത്. പക്ഷേ UGC പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സർവകലാശാലയുടെ ഔദ്യോഗിക അനുമതിയോടെയും സുതാര്യമായ രീതിയിലും സംരംഭങ്ങൾ നടത്തണം. ഇവർ ഏതെങ്കിലും രീതിയിൽ ഒരു സുതാര്യത കീപ്പ് ചെയ്യുമെന്ന് പ്രാർത്ഥന തോന്നുന്നുണ്ടോ? ഇല്ല. സർവകലാശാലയുടെ വിഭവങ്ങൾ, അതായത് ഓഫീസ് സ്ഥലം, ജീവനക്കാർ, ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിന് വ്യക്തമായ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഗവേഷണ വിദ്യാർത്ഥികളുടെ സേവനം ഉപയോഗിക്കാം ഇവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ, ഈ അധ്യാപകർക്ക്. ഇപ്പോൾ വിദ്യാർത്ഥികളും എന്ത് കരുതും? അവർക്കതൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ കരുതും. നമ്മളായാലും അങ്ങനെയല്ലേ കരുതുള്ളൂ. നമ്മൾ പഠിക്കുന്നു, ഗവേഷണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് നടത്തുമ്പോൾ നമുക്കും ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന്. പക്ഷേ ഇത് ആ വിദ്യാർത്ഥികളെയും ചൂഷണം ചെയ്യുകയാണ്. അതുപോലെ ഈ ഓഫീസ് സ്ഥലം, അവിടുത്തെ കെട്ടിടം തന്നെ ഇവർ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ജീവനക്കാരെയും ഉപയോഗിക്കുന്നു. ഇതിന് വ്യക്തമായ നിയമങ്ങളും വ്യവസ്ഥകളും അത് UGC നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം പാലിക്കണം. പിന്നെ സ്ഥാപനം നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി, ഇത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം, പിന്തുണയ്ക്ക് പകരമായി സ്റ്റാർട്ടപ്പിൽ ഒരു നിശ്ചിത ശതമാനം ഓഹരി, അത് 2% മുതൽ 9.5% വരെ സർവകലാശാലയ്ക്ക് നേടാൻ അവകാശമുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഏതെങ്കിലും ഫാക്കൽറ്റീസ് ഇതെങ്ങനെ പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സർവകലാശാലയിലെ ഗവേഷണ പ്രവർത്തനങ്ങളും സ്വകാര്യ സംരംഭങ്ങളും തമ്മിൽ വ്യക്തമായ വേർതിരിവുണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഇവരുടെ അതായത് ഗവേഷണ നടത്തുന്ന വിദ്യാർത്ഥികളുടെ സമയം, അതായത് അവരുടെ സമയം അത് ഈ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നതിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവർ ഉപയോഗിക്കാൻ പാടില്ല. അതും പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് കൈമാറ്റം ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ശരിയായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണം നടത്തേണ്ടത്. പക്ഷേ ഈ ഫാക്കൽറ്റികൾക്ക് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവരിതെല്ലാം പാലിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ ഇവരവിടെ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അവർക്ക് തന്നെ ഈ ഒളിച്ചോടിയ ഫാക്കൽറ്റീസിന് അറിയാം ഇത് കൃത്യമായി പരിശോധന വരികയാണെങ്കിൽ അവർ പെട്ടുപോകുമെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെയെന്നല്ല, പല സ്ഥാപനങ്ങളിലും. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും, ഒരു 4-5 പേര്. അപ്പോൾ ആ മാർക്കറ്റിംഗ് ഹെഡ് എന്ത് ചെയ്യാം? അവർക്കൊരു മാർക്കറ്റിംഗ് സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടുത്തെ വർക്കുകൾ ഇവിടത്തുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ ഈ ഏജൻസി വഴി ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഇവിടുത്തെ കമ്മീഷനും വാങ്ങിച്ച് ഈ ചെയ്യുന്ന പണിക്കുള്ള കൂലി അവരുടെ സ്ഥാപനത്തിലേക്ക് പോകും.
ഇവിടെ 1-2 സ്റ്റാഫ് അവിടെ വെറുതെ പണിയില്ലാതെ ഇരിക്കുകയും ചെയ്യും. അല്ല, അതിൽ ഈ സിസ തോമസിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി പണി വാളുന്ന് മനസ്സിലായ ഫാക്കൽറ്റികൾ മുങ്ങിയതാണ്. അതിനെയാണ് ദേശാഭിമാനി പറഞ്ഞത് ഫാക്കൽറ്റികൾ എന്താണ് ഓടിപ്പോയി എന്ന് പറയുന്നത്. ഓടിയില്ലെങ്കിൽ പിടിച്ച് അകത്താവും എന്നുള്ള നിലപാടുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ ഡിജിറ്റൽ സർവകലാശാലയിൽ അധ്യാപകർക്ക് സർവകലാശാലയുടെ ഔദ്യോഗിക അനുമതി ഇല്ലാതെ സ്വകാര്യ കമ്പനികളുണ്ട്. ഇപ്പോൾ ഇത് ടെക്നോ പാർക്കിൽ, അവിടെയാണ് ടെക്നോ സിറ്റിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഓഫീസ് കെട്ടിടങ്ങളെല്ലാം ഇവരുടെ സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ സർക്കാർ ഫണ്ടുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ശരിയായ പരിശോധനകളില്ലാതെ കൈമാറ്റം ചെയ്തതായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഫണ്ട് കൈപ്പറ്റിയതായും പറയുന്നുണ്ട്. സർവകലാശാലയുടെ കെട്ടിടങ്ങൾ സ്വകാര്യ കമ്പനി ജീവനക്കാർക്ക് താമസിക്കാൻ ഉപയോഗിക്കുകയും സർവകലാശാല ചെലവ് വഹിക്കുകയും ചെയ്തത് സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമാണെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതൊന്നും വെറും ആരോപണങ്ങളല്ല. ഇത് വെറും ആരോപണങ്ങളായിരുന്നെങ്കിൽ ഈ ഫാക്കൽറ്റീസ് എല്ലാം ഇത് നേരിടുമായിരുന്നു. പിന്നെ ഇത് പറഞ്ഞത് ആരോപണം ഉയർത്തിയത് അവിടുത്തെ VC ആണെന്ന് കൂടെ ആലോചിക്കണം. ഒരു കാര്യവുമില്ലാതെ സിസ തോമസ് താൽക്കാലികമായി VC വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നു വിചാരിക്കുന്നുണ്ടോ? കൃത്യമായ ഡാറ്റാസിന്റെയും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിസ തോമസ് ഇത് പറയുന്നത്. തിരുവനന്തപുരത്തെ ടെക്നോ സിറ്റിയിലാണ് ഈ സ്ഥാപനം, ഈ ഡിജിറ്റൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ മേഖലയിൽ ഇനി വരുന്നത് AI-യും ആ ഒരു മേഖലയിലേക്കാണ്. അപ്പം അതിൽ ഈ നമുക്ക് വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അതിനെയാണ് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഡിജിറ്റൽ ലോകത്തിന് പ്രസക്തിയുള്ള ശാസ്ത്രം, സാങ്കേതികവിദ്യ, മാനവിക വിഷയങ്ങൾ എന്നിവയിൽ ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകുക എന്നുള്ളതാണ്. ശരിക്കും ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് മൊത്തത്തിൽ തന്നെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണത്. ആർട്ടിഫിഷ്യൽ ഇനി വരുന്ന ഈ കാലത്ത് എല്ലാം ഇനി മനുഷ്യർ വളരെ ചുരുക്കം ആവശ്യമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻ, ഇമേജിംഗ് ടെക്നോളജീസ്, അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഉന്നത പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ധനസഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ സംസ്ഥാനത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നല്ലേ. പക്ഷേ ഇതിൽ കൈരളി AI പ്രോസസ്സർ അവിടുത്തെ ഒരു നേട്ടമാണ്, പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ആപ്ലിക്കേഷനുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കൈരളി എന്ന പേരിൽ 2 ശ്രേണിയിലുള്ള AI പ്രോസസ്സുകൾ ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൃഷി, വ്യോമയാനം, മൊബൈൽ സാങ്കേതികത, ആരോഗ്യം, ഡ്രോണുകൾ, ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കാരണം ഇപ്പം നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ ലഹരി ഉപയോഗം. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള AI സംവിധാനവും അവിടെ നടക്കുന്നുണ്ട്. ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും രാസലഹരി തിരിച്ചറിയാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർവകലാശാല. അപ്പോൾ ഈ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഇതിനെല്ലാം സാരമായി ബാധിക്കും. എന്ത് നല്ലത് ഉദ്ദേശിച്ചാണോ ആ സർവകലാശാല അവിടെ പ്രവർത്തിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തികളാണ് അവിടെ ഫാക്കൽറ്റീസായി ജോലി ചെയ്യുന്നവർ ചെയ്യുന്നത്. ഇപ്പം മുൻപ് തന്നെ സർക്കാർ ഓഫീസുകളിൽ പല ഓഫീസുകളിൽ സ്റ്റാഫുകളുണ്ട്. അവർ എന്ത് ചെയ്യും? ഇപ്പോഴാണല്ലോ ഈ പഞ്ചിങ് സിസ്റ്റം ഒക്കെ വന്നത്. എനിക്ക് അറിയുന്ന ഒരു കാര്യം പറയാം. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ള പല ഓഫീസുകളിലുള്ളവർ സ്ത്രീകളെല്ലാം ആ വിഷ്ണുറാം എന്ന് പറഞ്ഞ് പണ്ട് അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. മിക്കവാറും സ്ത്രീകളെല്ലാം ഫുൾ ടൈം അതിൻ്റെ ഉള്ളിലായിരിക്കും. ഫയലുകളെല്ലാം അവിടെ കെട്ടിക്കിടക്കും. അത് കഴിഞ്ഞ് ഈ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കെട്ടിക്കിടന്ന ഒരു കൂമ്പാരമായി കഴിയുമ്പം പെട്ടെന്ന് കുറെ ആൾക്കാരെ ഡെയിലി വേജസിന് എടുക്കും. ഈ ഡെയിലി വേജസിന് വരുന്നവരെല്ലാം ആരായിരിക്കും? വളരെ ഉന്നത പിടിപാടുകളുള്ളവരും. ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ സിൽബന്ധികളായിരിക്കും. അപ്പൊ ഇവര് വന്ന് എക്സ്ട്രാ പേയ്മെന്റ് അവർക്ക് കൊടുത്തിട്ട് ഈ ജോലികൾ ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യിപ്പിക്കുവാൻ. അപ്പൊ ഈ ശമ്പളം വാങ്ങിക്കുന്നവർ അവരുടെ സമയത്ത് കൃത്യമായി ജോലി ചെയ്താൽ ഇതൊന്നും ഇവിടെ പെൻഡിങ് വരില്ല. അപ്പൊ അതുപോലെ ഇവരുടെ സേഫ്റ്റി നോക്കി ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ ബിസിനസ് തഴച്ചു വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതല്ലാതെ ഇപ്പൊ ഈ സർവകലാശാല എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ നാടിനും നാട്ടുകാർക്കും എങ്ങനെ കിട്ടണം എന്നുള്ളതിന് പകരം അവരവരുടെ ബിസിനസ് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം അവർ ചെയ്തു. പക്ഷെ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനി ഇങ്ങനൊരു ലേഖനവും പഠിച്ചു. അതെ, ഇത് വിശ്വസിച്ചിട്ട് പാവപ്പെട്ട
കമ്മികളെന്ന് തന്നെ അവരെ പറഞ്ഞു. പാവപ്പെട്ട കമ്മികൾ, അവർ നിഷ്കളങ്കരാണ്. അവർ സ്വയം ചിന്തിക്കില്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇത് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, അതൊന്നും അവർ ചിന്തിക്കില്ല. ഇന്ന് ഇരുട്ടാണ് ഇരുട്ടാണ്. അപ്പൊ അത് കാരണം ഇവർക്ക് ഇതിനെതിരെ ഒന്നും പറയാനുള്ള കെൽപ്പില്ല. എന്നിട്ട് പറയുന്നവരെ തിരിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യും. ദേശാഭിമാനി പറയുന്നതാണ് ശരിക്കുള്ള വാസ്തവം, അതാണ് വാസ്തവം എന്ന് വിശ്വസിക്കുന്നത്. AI-നെ വെല്ലുന്ന ഒരു കണ്ടുപിടുത്തം നമ്മുടെ കേരളത്തിലെ CPM നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് AI-ക്ക് വളരെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കേരളത്തിലെ CPM-ന് ചെയ്യാൻ പറ്റുന്നത് അണികൾ പോലും അറിയാതെ അവരുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യാൻ, അടിമപ്പെടുത്താനുള്ള കഴിവ് മറ്റൊരു ശാസ്ത്ര സാങ്കേതിക അത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ അവർ സ്വന്തമായി ചിന്തിക്കുകയേ ഇല്ല. എന്ത് പറയുന്നു അത് അതുപോലെ പറയും. ഇപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോൾ അത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ആ കൈരളിയുടെ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും, ഫാക്കൽറ്റികൾ ഓടുകയാണ് ആ സ്ഥാപനത്തിൽ നിന്ന്. UGC അനുവദിച്ച സംരംഭങ്ങൾ ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിന്തിച്ചുകൂടി സാധാരണ. എന്നാൽ സഖാക്കന്മാരെ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക, ഇതെല്ലാം വായിച്ച് അത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കാതെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും.